വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ വേറെ ഒന്നുമല്ല, ഇപ്പൊ നിങ്ങളിൽ കുറെ പേരെങ്കിലും ഒരുപാട് കാലമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എക്സാമിന് കുറെ അധികം സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചു തീർന്നിട്ടുണ്ടായിരിക്കും. ചില സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം എൻറ്റയർ സബ്ജക്ട്സ് ഉള്ള ഫുൾ കോഴ്സ് എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ അറിയാം, എനിക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് ആണ് ആവശ്യം, അത് മാത്രമായിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മള് സൈലം ടെക്നിക്കല് ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഇപ്പൊ ആ ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രമായിട്ട് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. നിങ്ങൾക്ക് അറിയാം, പക്കാ തിയറി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡെയിലി റിവൈസ് ചെയ്ത് പഠിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം മറന്നു പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാസ്സുകൾ കേട്ട് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ഒരു സബ്ജക്ട് വൈസ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾ ഓരോ ചാപ്റ്റർ തീരുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ടോപ്പിക് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകളൊക്കെ ഇതിനോടൊപ്പം അവൈലബിൾ ആയിരിക്കും. വളരെ കുറഞ്ഞ ഫീസിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് മൊത്തമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളൊരു എക്സാം നോക്കുമ്പോൾ 8 മാർക്ക് തൊട്ട് 12 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയലിൽ നിന്ന് കിട്ടാറുണ്ട്. കോഴ്സിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് മൊത്തം നമുക്കറിയാം, ഒരുപാട് 15 ചാപ്റ്ററോളം നമുക്ക് പഠിക്കാനുണ്ട് ബിൽഡിംഗ് മെറ്റീരിയലിൽ. അപ്പൊ ഏകദേശം ഒരു 50+ അവേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ക്ലാസ്സുകൾ നമുക്ക് ഡെയിലി ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ ലൈവ് സെഷൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തായാലും ഒരു ചാപ്റ്റർ തീരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ ഡെയിലി ടോപ്പിക് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ചെയ്തു പോകുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിന്റെയും ടോപ്പിക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതായത് കൃത്യമായിട്ട് ഒരു ചാപ്റ്റർ, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞാൽ അതിന്റെ ടെസ്റ്റ്, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിന്റെ ഗ്യാരണ്ടി. ഇനി ആരാണ് സബ്ജക്ട് എടുക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ എടുക്കുന്നത് കേട്ടോ. ബിൽഡിംഗ് മെറ്റീരിയലിന്റെ കംപ്ലീറ്റ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ പേര് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, എൻ്റെ പേര് മേഘ്ന എന്നാണ്. സോ ഞാനായിരിക്കും ബിൽഡിംഗ് മെറ്റീരിയൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കാം. ദെൻ നമ്മുടെ സബ്ജക്റ്റിന്റെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 15ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ടാവും. 15 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന നമ്മുടെ ബ്രിക്ക്, സ്റ്റോണ് പോലെയുള്ള ഓരോ ബിൽഡിംഗ് മെറ്റീരിയലിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയായിരിക്കും ഈ ഒരു സബ്ജക്റ്റിലൂടെ ചെയ്യുന്നുണ്ടാവുക. ഓരോ മെറ്റീരിയലിന്റെയും കോമ്പോസിഷൻ എന്താണ്, അതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അത് ഏതൊക്കെ ടൈപ്പിലാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററുകൾ വരുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ്, ലൈമ്, ടിമ്പർ, ബ്രിക്ക്, സ്റ്റോൺ, മോട്ടാർ, സിമെന്റ്, സെറാമിക്സ്, ഗ്ലാസ്, അതുപോലെ പെയിന്റ് വരുന്നുണ്ട്, ഫെറസ്, നോൺ ഫെറസ്, സ്റ്റീല്, മിസ്സലേനിയസ് മെറ്റീരിയൽസ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് വരുന്നത്. നിങ്ങൾ ഓരോരുത്തരെങ്കിലും എക്സാമെങ്കിലും എഴുതാത്തവരുണ്ടാവില്ല അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ് വരിക. കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും വരുന്നുണ്ടായിരിക്കുക. 1 മണിക്കൂറിന്റെ സെഷൻ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ 2 മണിക്കൂറിന്റെ സെഷൻ നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് തരുന്നുണ്ടായിരിക്കും. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ക്ലാസ്സിന് അന്ന് നമ്മൾ എടുത്ത
പോർഷൻസ് എന്താണോ ആ നോട്ടിന്റെ PDF കൂടി നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് പ്ലസ് അതിൻ്റെ ഒപ്പം നമ്മുടെ ക്ലാസ്സിന്റെ നോട്ടും കൂടെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ദിവസം എങ്ങാനും നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാം, നമ്മുടെ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് കാണാനായിട്ട് പറ്റും. ഡിലേ ഇല്ലാതെ പെൻഡിങ് ഇല്ലാതെ പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഒന്ന്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നിർബന്ധമായിട്ടും ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ പലതരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യും. അതായത് ആ ഒരു ടൈം ടു ടൈം എങ്ങനെ ഒരു PSC എക്സാം അറ്റൻഡ് ചെയ്യുന്ന അതേപോലെ തന്നെ ആ ഒരു ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സെഷനുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇത്രയൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു കോഴ്സിന്റെ ഫീസിനെ കുറിച്ച് ആയിരിക്കില്ല അറിയുണ്ടാവുക. കാരണം മൊത്തമായിട്ട് ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പം അത്രയും ആവശ്യമില്ല, എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി എന്ന് തോന്നുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം കോഴ്സ് ഫീ വരുന്നത് 999 ആണ്. വെറും 999 റുപ്പീസിനാണ് നമുക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ഈ ഒരു കോഴ്സ് എടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും താങ്ക്